മറ്റത്തൂരിലെ ബി.ജെ.പിയുമായുള്ള സഖ്യത്തിൽ പ്രതിരോധത്തിലായ കോൺഗ്രസ് കൂടുതൽ നടപടി സ്വീകരിച്ച് തലയൂരാൻ നീക്കം തുടങ്ങി. രാജിവെച്ചവരെ അയോഗ്യരാക്കാൻ നിയമ നടപടി സ്വീകരിക്കാനാണ് DCCയുടെ തീരുമാനം. എന്നാൽ വിപ്പ് നൽകിയിരുന്നുവെന്ന DCC അധ്യക്ഷന്റെ വാദം പച്ച നുണയാണെന്ന് പറയുന്നു നടപടി നേരിട്ട അംഗങ്ങൾ. സംയുക്തമായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് വിശദീകരണവുമായി നടപടി നേരിട്ടവർ രംഗത്ത് വന്നത്. DCC നേതൃത്വവും മറ്റത്തൂരിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച അംഗങ്ങളും തമ്മിലുള്ള പരസ്യപ്പോര് തുടരുകയാണ്. കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച 8 പേർക്ക് പുറമെ വിമതർക്കെതിരെ കൂടി നടപടിയെടുക്കുമെന്നാണ് DCC പ്രഖ്യാപനം. പാർട്ടിയിലെ ഈ കൈചിഹ്നത്തിൽ വിജയിച്ച 8 പേരെയും സ്വതന്ത്രരായി വിജയിച്ച് പാർട്ടിയിലേക്ക് വന്ന 2 പേരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പിന്നാലെ നേതൃത്വത്തെ വെല്ലുവിളിച്ച് നടപടി നേരിട്ടവരും എത്തി. തങ്ങൾ ഇപ്പോഴും കോൺഗ്രസിലാണെന്നാണ് ഇവരുടെ വാദം. ഞങ്ങളോട് പാർട്ടി നേതൃത്വം ഒരാളോടും രാജിവെക്കണമെന്നോ മറ്റെന്തെങ്കിലും ചെയ്യണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ അവിടെ പോകുന്നത് DCC ഓഫീസിലേക്കാണ്. എന്ത് നടപടി DCC പറഞ്ഞാലും ഞങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞില്ല. ഇതിനിടെ നടപടി നേരിട്ട മെമ്പർമാരിൽ ഒരാൾ മലക്കം മറിഞ്ഞു. പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് ഒപ്പിട്ട് വാങ്ങിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ ഒപ്പ് രേഖപ്പെടുത്തിയത്. പുറത്തിറങ്ങിയപ്പോഴാണ് BJP കൂട്ടുകെട്ടാന്നുള്ള കാര്യം അറിഞ്ഞ് കോൺഗ്രസ് BJP സഖ്യത്തെ പരിഹസിച്ചുകൊണ്ട് മറ്റത്തൂർ പഞ്ചായത്തിന് മുന്നിൽ DYFI ഫ്ലെക്സ് സ്ഥാപിച്ചു. കൈപ്പത്തിക്ക് മുകളിൽ താമര വെച്ചിരിക്കുന്ന പോസ്റ്ററിൽ കോൺഗ്രസ് ജനതാ പാർട്ടിയെന്നും പരിഹസിക്കുന്നു. മീഡിയ 1 തൃശൂർ.